എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് മോഡ്യൂളിൽ നിങ്ങളുടെ രണ്ടാമത്തെ മോഡ്യൂളിൽ പ്രധാനപ്പെട്ട 4 ടോപ്പിക്കുകളാണ്. അതായത് സർവർ, ക്ലയൻറ്റ്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഈ 4 കാര്യങ്ങളും പറയുന്നു. അതായത് ഈ 4 കാര്യങ്ങൾ തമ്മിൽ റിലേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ അവസാനം ഒരു ഫിഗർ എന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. സർവർ. എന്താണ് സർവർ? നിങ്ങൾ സർവറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അല്ലെ സർവർ എന്ന വാക്ക് കേട്ടിട്ടുണ്ടാവും. സർവർ ടൈംഡ് ഔട്ട്, സർവർ നിങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ നേരത്തെ വെബ്സൈറ്റ് ഒരു സൈറ്റിൽ കയറാൻ നേരത്തെ ചില സമയത്ത് സർവർ ഡൗൺ അല്ലെങ്കിൽ സർവർ നോട്ട് റെസ്പോണ്ടിങ്, സർവർ ടൈംഡ് ഔട്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വരാറുണ്ട് അല്ലേ? കേരള യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ SSLC +2 ഒക്കെ റിസൾട്ട് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നെറ്റിൽ ചില നമ്മൾ എന്താ പറയുക അക്ഷയസിൻ്റെ ചില നേരത്തെ പറയും സർവർ ഡൗൺ ആണ്, സർവർ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയും സർവർ പിന്നെ ഇത്രയും അക്ഷയൊക്കെ പണിത് വെച്ചിട്ട് എന്താണ് സർവറിനത്, സർവർ ഇല്ലാത്ത അക്ഷയ സെൻറ്റർ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ സർവർ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ വെറുതെ അക്ഷയക്കാരനെ കുറ്റം പറയും. നെറ്റ് ഇവിടെ കിട്ടാത്തതാണ്, നെറ്റിൻ്റെ പ്രോബ്ലമാണ്. പക്ഷേ നെറ്റിൻ്റെ പ്രോബ്ലം കൊണ്ടല്ല ചില വെബ്സൈറ്റുകൾ കിട്ടാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ സർവറിലേക്ക് ഒരുപാട് റിക്വസ്റ്റുകൾ വന്നു, സർവർ ഹാങ് ആയി നിൽക്കുന്നു, സർവർ ടൈംഡ് ഔട്ടായിട്ട് നിൽക്കുന്നു. ഇതൊക്കെ ഇതെന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സർവർ എന്ന കൺസെപ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ സർവർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഞാൻ ഒരുപാട് സർവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സർവർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അതൊരു കമ്പ്യൂട്ടറാണ്, ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ്. നല്ല പവർഫുൾ പ്രോസസ്സറൊക്കെ ഉള്ള നല്ലൊരു സൂപ്പർ കമ്പ്യൂട്ടറാണ് സർവർ എന്ന് പറയുന്നത്, സർവർ കമ്പ്യൂട്ടർ. അപ്പോൾ ഈ സർവറിലേക്ക് ഒരുപാട് റിക്വസ്റ്റുകളുണ്ട്. സർവർ ഇനി എവിടെയാണ് സർവർ പ്ലേസ് ചെയ്യുന്നതെന്ന് പറയാം. നമുക്കറിയാം എല്ലാ വെബ്സൈറ്റുകൾക്കും ഒരു സർവറുണ്ട്, ഒരു സർവർ കമ്പ്യൂട്ടറുണ്ട്. എല്ലാ വെബ്സൈറ്റുകളുടെ പിന്നിലും, അതായത് പ്രധാനപ്പെട്ട ചെറിയ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കൊച്ചു വെബ്സൈറ്റുകളാണെങ്കിൽ പോലും എല്ലാ വെബ്സൈറ്റുകൾക്കും ഒരു സർവറുണ്ട്. നമ്മൾ ചിലപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകൾക്ക് സർവർ സ്പേസ് അല്ലെങ്കിൽ നമ്മൾ ഡാറ്റാബേസിലെ സ്പേസൊക്കെ വാങ്ങിയാണ് നമ്മൾ വെബ്സൈറ്റ് അല്ലെങ്കിൽ ബ്ലോഗൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ സർവറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സർവർ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇതിനെല്ലാം ഒരു സർവർ കമ്പ്യൂട്ടറുണ്ട്. ഒരു പവർഫുൾ സ്പീഡായിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടറാണ് സർവർ. ആ കാരണം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിലേക്ക് ഒരുപാട് ആളുകൾ കയറുന്നു, ഫേസ്ബുക്കിലേക്ക് ഒരുപാട് റിക്വസ്റ്റുകൾ വരുന്നു, ഫേസ്ബുക്ക് ഒരുപാട് പേര് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഈ സർവർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ 24 hours 365 ദിവസവും 24 മണിക്കൂറും എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ, ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് സർവർ കമ്പ്യൂട്ടർ. നമ്മുടെ ഒരു കമ്പ്യൂട്ടറിന് സർവർ ആക്കാനും നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മുടെ കമ്പ്യൂട്ടറിന് അത്രയും പ്രോസസ്സിങ് പവർ ഇല്ല, ക്യാപ്പബിലിറ്റി ഇല്ല. അല്ലെങ്കിൽ പ്രോസസ്സറിന് അത്രയും അത്രയും റിക്വസ്റ്റുകൾ അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത്രയും പ്രോസസ്സ് ചെയ്യാനായിട്ടോ ഒന്നും പറ്റത്തൊന്നുമില്ല. അപ്പോൾ സർവർ ഇതാണ്. ഇനി ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും, അതായത് ഞാനൊരു എക്സാമ്പിളായിട്ട് എന്താ പറയുക, ഒരു വെബ്സൈറ്റ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മൾ റിസൾട്ട് നോക്കാൻ വേണ്ടി നമ്മൾ വെബ്സൈറ്റിലേക്ക് കയറിയിട്ട് നമ്മൾ ഓരോരുത്തർ ലോഗിൻ ചെയ്യും. ഇപ്പോൾ 2 ലക്ഷം കുട്ടികളുടെ റിസൾട്ട് SSLC റിസൾട്ട് വരുന്നു. അപ്പോൾ ആ 2 ലക്ഷം കുട്ടികൾ എന്ത് ചെയ്യും, റിസൾട്ടിനായിട്ട് അപ്ലൈ ചെയ്ത് റിസൾട്ടിലേക്ക് അവർ പല അക്ഷയ സെൻറ്ററുകൾ വഴി മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻസൊക്കെ വഴി കയറാൻ നേരത്ത് ആ റിസൾട്ട് നോക്കുന്ന വെബ്സൈറ്റ്, ഇപ്പോൾ ഒരുപാട് വെബ്സൈറ്റുകൾ, എന്നാലും ഒരു വെബ്സൈറ്റിൻ്റെ കാര്യം ഞാൻ പറയാം. ആ വെബ്സൈറ്റിലേക്കുള്ള SSLC റിസൾട്ടിൻ്റെ വെബ്സൈറ്റിലേക്ക് ഒരുപാട് റിക്വസ്റ്റുകൾ ആ സമയത്ത് വരും. 2 മണിക്ക് റിസൾട്ട് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 1:30 തൊട്ട് ഇങ്ങനെ കാത്തിരിക്കും. 2 മണിയാകുമ്പോൾ റിക്വസ്റ്റുകൾ അയക്കാൻ നേരത്തെ അത്രയും റിക്വസ്റ്റുകൾ ഒരുമിച്ച് വരും. അപ്പോൾ എന്ത് ചെയ്യും, ആ വെബ്സൈറ്റ് ഹാങ് ആകും. അത്രയും റിക്വസ്റ്റുകൾ ഒരുമിച്ച് പ്രോസസ് ചെയ്യാൻ പറ്റാത്ത റിക്വസ്റ്റ് സർവർ ഹാങ് ആയി പോകാൻ നേരത്തെ, സർവർ കമ്പ്യൂട്ടർ ഹാങ് ആകുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടാത്തത്. 2 മണിക്ക് വന്ന റിസൾട്ട് നമുക്ക് 2 മണിക്ക് ഷാർപ്പ് ടൈമിൽ പലപ്പോഴും കിട്ടാറില്ല. പിന്നെ നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്, കുറച്ച് നാൾ കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു മണിക്കൂറെങ്കിലും കഴിയാൻ നേരത്ത് നമുക്ക് സർവർ പതിയെ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങും. കാരണം എന്താണ്, റിക്വസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞു. അത്രയും റിക്വസ്റ്റ് ഒരുമിച്ച് പ്രോസസ് ചെയ്യാൻ സർവറിന് പറ്റാത്തതുകൊണ്ടാണ് അത് ഹാങ് ആയി പോകുന്നത്. പക്ഷേ ഫേസ്ബുക്ക്, വാട്സപ്പ് അങ്ങനെയുള്ള സർവറുകൾ ഒരിക്കലും ഹാങ് ആയി നമ്മൾ കണ്ടിട്ടില്ല. കാരണം അതിന് അത്രയും പവർഫുൾ ആയിട്ടുള്ള മൈക്രോ പ്രോസസർ, പവർഫുൾ ആയിട്ടുള്ള CPU ഉള്ളത് കൊണ്ടാണ് അതൊരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇനി ക്ലയൻറ്റ് എന്താണെന്ന് പറയാം. നമ്മൾ ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കുന്നത് നമ്മളെയാണ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലയൻറ്റ് ഇപ്പം ഞാൻ ഫേസ്ബുക്കിലേക്ക് കയറുന്നു, ഫേസ്ബുക്കിലേക്ക് യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ ഞാനൊരു ക്ലയൻറ്റാണ്. ഞാൻ ലോഗിൻ ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ കൂടെയുള്ള 10 പേര് കൂട്ടുകാർ ലോഗിൻ ചെയ്യുന്നു. അതുമാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആളുകളെല്ലാവരും ലോഗിൻ ചെയ്യുന്നു. അപ്പോൾ അവരെല്ലാവരും ക്ലയൻറ്റാണ്. അതുകൊണ്ട് അവരെല്ലാവരും കൂടി ചേർത്ത് ക്ലയൻറ്റ്സ് എന്ന് നമ്മൾ പറയും. എന്നാൽ സർവർ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിന് ഒരു സർവറാണ്, അല്ലെങ്കിൽ ഓരോ രാജ്യത്തിനും ഓരോ സർവർ എന്ന രീതിയിലും അവർ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്തായാലും ഫേസ്ബുക്ക് ഒരു കോമൺ ആയിട്ട് പറഞ്ഞാൽ ഇന്ത്യയിലെ ഫേസ്ബുക്കിൻ്റെ ഒരു സർവർ. ഈ സർവറിലേക്ക് ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ റിക്വസ്റ്റ് അയക്കുന്നു, എനിക്ക് റെസ്പോൺസ് കിട്ടുന്നു. ഇനി എൻ്റെ കൂടെയുള്ള ആളുകൾ റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് പല ഭാഗത്തു നിന്നുള്ള, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളുടെ റിക്വസ്റ്റുകൾ ഫേസ്ബുക്കിൻ്റെ സർവറിലേക്ക് വരുന്നു, സർവർ കമ്പ്യൂട്ടറിലേക്ക് വരുന്നു. ഫേസ്ബുക്കിൻ്റെ വെബ്സൈറ്റ് വഴി സർവർ കമ്പ്യൂട്ടറിലേക്ക്. ഞാൻ പറഞ്ഞ ഒരു വെബ്സൈറ്റിന് ഒരു സർവർ കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫേസ്ബുക്കിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ സർവറിലേക്ക് ഒരു റിക്വസ്റ്റ് പോയി സർവർ അതിനെ അക്സെപ്റ്റ് ചെയ്ത് റെസ്പോൺസ് അയക്കുന്നതുകൊണ്ടാണ് ആ വെബ്സൈറ്റ് നമുക്ക് ഓപ്പണായി കിട്ടുന്നത്. ഫേസ്ബുക്കിൽ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഹോം പേജ് വരും, അല്ല നമ്മുടെ ന്യൂസ് ഫീഡ് വരും.
ഇത് വരുന്നതെന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾ ആ ഒരു ഫേസ്ബുക്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്യാൻ നേരത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ലോഗിൻ ചെയ്യുന്നു, യൂസർ ഐ ഡി പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യുന്നു, സെർവറിലേക്ക് റിക്വസ്റ്റ് പോകുന്നു, സെർവർ എന്ത് ചെയ്യുന്നു, അതിനെ റെസ്പോണ്ട് ചെയ്ത് നമുക്ക് റെസ്പോൺസ് വരുമ്പോഴാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുന്നത്. ഇതിന് ഞാനൊരു ചെറിയ എക്സാമ്പിൾ വെച്ച് പറയാം. നിങ്ങൾ ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ടാവും. ബാഹുബലി ഫസ്റ്റ് കൊണ്ട് ദ ബിഗിനിങ് കൊണ്ട് ബാഹുബലി ദ കൺക്ലൂഷൻ ഉണ്ട്. ബാഹുബലിയുടെ രണ്ടാം ഭാഗത്തിൽ ബാഹുബലി ഇങ്ങനെ നിൽക്കാൻ നേരത്തിന് ബാഹുബലിയുടെ നേർക്ക് ഒരുപാട് അമ്പുകൾ വരുന്ന, ഒരുപാട് അസ്ത്രങ്ങൾ ബാഹുബലി നേരെ വരുന്ന ഒരു സീനുണ്ട്. ആ സീൻ വെച്ചിട്ടാണ് ഞാൻ ഈ സർവർ ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷൻ പറയുന്നത്. അതായത് ഈ ബാഹുബലിയെ നമ്മൾ സർവറായിട്ട് കൺസിഡർ ചെയ്യുക. ബാഹുബലി ഇങ്ങനെ സർവറായിട്ട് നിൽക്കാൻ നേരത്ത് തന്നെ ബാഹുബലിയുടെ നേർക്ക് ഒരുപാട് അമ്പുകൾ ഇങ്ങനെ വരിക. ഈ അമ്പുകൾ പല പല ദിശകളിൽ നിന്ന് പല പല സ്ഥലങ്ങളിൽ നിന്ന്, ഞാൻ പറയുന്നത് ഈ അമ്പുകൾ പല പല രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്, അല്ലെ പല പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അമ്പുകളാണ്. ഓരോ അമ്പിലും ഓരോ റിക്വസ്റ്റ് ഉണ്ട്. ഓരോ ആളുകൾ അമ്പ് ഇടാൻ നേരത്ത് തന്നെ അതൊന്നെങ്കിൽ അതൊരു ലോഗിൻ ചെയ്യുന്ന റിക്വസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലർ ലോഗ് ഔട്ട് ചെയ്യുന്നതായിരിക്കും, ചിലർ ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്യുന്നത് കമൻറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഫേസ്ബുക്ക് എടുത്ത് ഓപ്പൺ ചെയ്ത് ഫേസ്ബുക്ക് ആപ്പ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് വെബ്സൈറ്റ് ആയിക്കോട്ടെ, അവിടെ ഓരോന്നിലും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഓരോ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോഴും, ഓരോ തവണ ലൈക്ക് ചെയ്യുമ്പോഴും, ഓരോ തവണ ടച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓരോ തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ അതെല്ലാം ഓരോ റിക്വസ്റ്റായിട്ട് സെർവറിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ഓരോ അമ്പുകളായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ പലതരം അമ്പുകൾ സെർവറിലേക്ക് വരിക. അത് ഒരു സെക്കൻഡിൽ നമ്മൾ ലൈക്ക് ചെയ്യുമ്പോൾ നമ്മൾ മാത്രമാണ് ലൈക്ക് ചെയ്യുന്നത്, അല്ല, ഒരുപാട് ആളുകൾ ലൈക്ക് ചെയ്യുന്നുണ്ട്, ചിലർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ചിലർ ലോഗ് ഔട്ട് ലോഗിനൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പല പല റിക്വസ്റ്റുകൾ, പല പല ടൈപ്പ് റിക്വസ്റ്റുകൾ, ഇതെല്ലാം സെർവറിലേക്ക് വരുന്നു. അപ്പോൾ സെർവർ എന്ത് ചെയ്യണം, ബാഹുബലി സെർവർ ആണെങ്കിൽ ബാഹുബലി എന്താ ചെയ്യേണ്ടത്, ഈ അമ്പുകളെല്ലാം പിടിച്ചെടുക്കണം. സെർവർ ചെയ്യുന്ന കാര്യമാണ് ഈ അമ്പുകൾ, അതായത് ഈ അമ്പുകളാകുന്ന റിക്വസ്റ്റുകളെല്ലാം പിടിച്ചെടുത്ത് ഇതിനെ പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനെ റെസ്പോൺസാക്കി അമ്പുകളെ തിരിച്ചയക്കും. ഈ അമ്പുകളെ തിരിച്ചയക്കണം എല്ലാത്തിനും പിടിച്ച്. അതായത് ഇപ്പോൾ ഒരാൾ ലോഗിൻ ചെയ്യാനുള്ള റിക്വസ്റ്റ് ആണെങ്കിൽ അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അയാളുടെ ലോഗിൻ ചെയ്യുന്ന ആൾക്ക് എന്താണ് റെസ്പോൺസ് കൊടുക്കേണ്ടത്, അയാളുടെ യൂസർ ഐ ഡി പാസ്വേഡും ചെക്ക് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ അയാളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യുന്ന ഒരാൾക്ക് കൊടുക്കേണ്ട റെസ്പോൺസ് എന്താണ്, അത് ലൈക്ക്ഡ് എന്ന് കാണിക്കണം. അതുപോലെ കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് എന്താണ്, അയാളുടെ കമൻറ്റ് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അങ്ങനെ പലതരം റിക്വസ്റ്റുകൾ അവർ ഇത് ഒരു സെക്കൻഡ്, അതൊരു മില്ലി സെക്കൻഡിൽ ലക്ഷക്കണക്കിന് റിക്വസ്റ്റുകൾ വന്നാലും അതിന് ഒരേപോലെ പ്രോസസ് ചെയ്ത് ഒരേപോലെ റെസ്പോണ്ട് ചെയ്യണം. അതായത് അതിനെന്ത് ചെയ്യണം, ഇപ്പോൾ ഒരാൾക്ക് റിക്വസ്റ്റ് കൊടുത്തു, അത് അറ്റ് എ ടൈമിൽ തന്നെ പ്രോസസ്സ് ചെയ്ത് അതിനുള്ള റെസ്പോൺസ് കൊടുത്താൽ മാത്രമേ അയാൾക്കത് റെസ്പോൺസ് അതായിരിക്കും. അപ്പോൾ ഇയാൾ ലോഗിൻ ചെയ്ത് ഒരാൾ ലോഗിൻ ചെയ്ത് ഒരാൾ ലോഗ് ഔട്ട് ചെയ്തു. ഈ അമ്പുകളെ പരസ്പരം മാറ്റി വിടുന്നത് എന്താണ്, കറക്റ്റ് ഒരാൾ ഇന്ത്യയിൽ നിന്ന് ഒരാൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്തിട്ട് അയാളുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കി കൊടുക്കുന്ന, അയാൾക്ക് തിരിച്ചയക്കുന്ന റെസ്പോൺസും അതേ അയാൾക്ക് വന്ന വഴിയിലൂടെ അയാൾക്ക് തന്നെ തിരിച്ചയക്കണം കൃത്യമായിട്ട് തന്നെ. അപ്പോൾ ഓരോരുത്തർ റിക്വസ്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ അവരുടേതായ എല്ലാ റിക്വസ്റ്റുകളും പ്രോസസ്സ് ചെയ്തിട്ട് എല്ലാവർക്കും അതത് റെസ്പോൺസ് അയക്കണം. അങ്ങനെ ഭയങ്കര ഒരു ഉത്തരവാദിത്തം പിടിച്ചൊരു ജോലിയാണ് ആർക്കുള്ളത്, സെർവറിനുള്ളത്. ഈ സെർവർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പണിയെടുക്കുന്ന ഒരാളാണ്. നമ്മൾ ഫേസ്ബുക്കിൽ കയറി ലോഗിൻ ചെയ്യുന്നു, ലോഗ് ഔട്ട് ചെയ്യുന്നു, നമ്മൾ ഒരുപാട് കമൻറ്റ് ചെയ്യുന്നു, ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ സെർവർ ഒരുപാട് കിടന്ന് ബംഗാളിയെ പോലെ പണിയെടുക്കുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താണ്, ഒരുപാട് റിക്വസ്റ്റുകൾ, അതായത് ഒരു സെക്കൻഡ് ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല, എൻ്റെ ഓൺലൈൻ ഫ്രണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എത്ര പേരിൽ ഓൺലൈൻ ഉണ്ടെന്ന്. അതുപോലെ ലോകത്തിലുള്ള എല്ലാ ആളുകളും ഫേസ്ബുക്കിലേക്ക് കയറുകയാണ്. അപ്പോൾ അത് അത്രയും റിക്വസ്റ്റുകൾ എന്ത് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് വരും. ഫേസ്ബുക്ക് അതെന്ത് ചെയ്യും, പ്രോസസ്സ് ചെയ്തിട്ട് ഫേസ്ബുക്കിൻ്റെ സെർവറിലേക്ക് വരും. സെർവർ എന്ത് ചെയ്യും, അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് എല്ലാവരുടേതായ രീതിയിലുള്ള റെസ്പോൺസ് അയക്കാം. റെസ്പോൺസ് അയക്കുമ്പോൾ മാറി പോകാനും പാടില്ല, കൃത്യമായിട്ട് തന്നെ റെസ്പോൺസുകൾ അയക്കണം. അപ്പോൾ റെസ്പോൺസുകൾ കിട്ടും. അപ്പോൾ ഇത് ഒരു ബാഹുബലി എന്നൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞാണ്. അമ്പുകൾ ഓരോ റിക്വസ്റ്റുകളാണ്. അത് വരുന്ന അമ്പുകൾ അയക്കുന്നത് ആരാണോ ആ അമ്പുകളെല്ലാം പിടിച്ചെടുത്ത് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് എല്ലാവർക്കും തിരിച്ച് അമ്പുകൾ അയക്കണം. അമ്പുകൾ അയക്കുമ്പോൾ എന്താണ്, അമ്പുകൾ തമ്മിൽ മാറിപ്പോകാതെ കൃത്യമായിട്ട് അയച്ച ആളുടെ റിക്വസ്റ്റിന് പറ്റുന്ന റെസ്പോൺസ് അതേ വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചയക്കുക, കൃത്യമായിട്ട് അയാളിലേക്ക് തന്നെ എത്തിക്കുക. അതായത് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്ത്, വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്ത്, ഫേസ്ബുക്കിലേക്ക് ലോഗിൻ ചെയ്യാൻ നേരത്ത് നമ്മൾ ലോഗിൻ കൊടുക്കാൻ നേരത്ത് അത് റെസ്പോണ്ട് ചെയ്യുന്നു. അത് നമ്മൾ ഇൻ്റർനെറ്റ് വഴി സെർവറിലേക്ക് അയക്കുന്നു. നമ്മൾ ക്ലയൻറ്റാണ്, നമ്മളെല്ലാവരും ക്ലയൻറ്റാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സെർവറുമായിട്ട് ബന്ധപ്പെട്ടൊരു കൺസെപ്റ്റാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഈ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ കൊടുക്കുന്നത് എന്തും ഡാറ്റയാണ്. ഈ ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് മാറ്റുന്നതാണ്, കമ്പ്യൂട്ടർ മാറ്റുന്നതാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതായത് ഡാറ്റ നമ്മൾ കൊടുക്കുന്നു. നമ്മളിപ്പോൾ ഒരു സ്റ്റുഡൻസ് ഒരു 10 കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് നമ്മൾ കൊടുക്കുന്നു, കമ്പ്യൂട്ടറിലേക്ക് എൻട്രി ചെയ്ത് കൊടുക്കുന്നു, അതിൻ്റെ ഡാറ്റ എന്ന് പറയും. ഈ 10 കുട്ടികളുടെ മാർക്ക് വെച്ചിട്ട് ആ 10 കുട്ടികളുടെ ആവറേജ് മാർക്കും, അല്ലെങ്കിൽ ആ 10 കുട്ടികളുടെ ഓരോ കുട്ടികളുടെയും ആവറേജ് പെർസെൻറ്റേജും, അല്ലെങ്കിൽ ആ മാർക്കുകളുടെ ആകെ തുകയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഇങ്ങനെ കാണുന്നതിനാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതായത് ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്നതാണ് ഇൻഫർമേഷൻ. അപ്പോൾ ഡാറ്റ ഇൻഫർമേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണം. ഒരു ചെറിയൊരു കൺസെപ്റ്റാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇനി ഡാറ്റാബേസ് എന്താണെന്ന് പറയുന്നത്. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റയെ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ്
ഡാറ്റയാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അതായത് ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നമ്മൾ ഒരു ഡാറ്റയെ അല്ലെങ്കിൽ കുറച്ച് ഡാറ്റകളെ എന്ത് ചെയ്യും, ഓർഗനൈസ് ചെയ്ത് കളക്ട് ചെയ്ത് വെക്കുന്നത്. ആ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റയാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഈ ഡാറ്റാബേസിന് എന്ന് പറയുമ്പോൾ നമ്മൾ ഡാറ്റാബേസ് എന്നൊക്കെ വലിയ സംഭവമായിട്ടേക്ക് നമ്മൾ ഇൻ്റർനെറ്റിൽ തന്നെ ഡാറ്റാബേസ് ഉണ്ട്, സർവറിൽ ഡാറ്റാബേസ് ഉണ്ടെന്നൊക്കെ പറയും. സർവർ വേറെ, ഡാറ്റാബേസ്. സർവർ എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടറാണ്. ഈ സർവർ ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും അതെന്താ, അല്ലെങ്കിൽ സർവർ കമ്പ്യൂട്ടർ ആണെങ്കിലും നമ്മുടെ സാധാരണ കമ്പ്യൂട്ടർ ആണെങ്കിലും അതൊരു കമ്പ്യൂട്ടർ ആണെന്നും അതിനൊരു പ്രോസസ്സർ ഉണ്ടെന്നും അതിനൊരു ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ സ്റ്റോറേജ് ഡിവൈസ് ഉണ്ടെന്നും നമുക്കറിയാം. അപ്പോൾ നമ്മുടെ സാധാരണ കമ്പ്യൂട്ടറിൽ ഒരു സ്റ്റോറേജ് ഡിവൈസ് എന്നാൽ ഹാർഡ് ഡിസ്ക് ആണ്. അതിനെന്താ മാക്സിമം 1 TB കപ്പാസിറ്റി അല്ലേ, 1 TB കപ്പാസിറ്റി ഒക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലുള്ളത്. എന്നാൽ സർവറിൽ ഉപയോഗിക്കുന്ന ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സർവറിൽ ഉപയോഗിക്കുന്ന സ്റ്റോറേജ് മീഡിയ എന്ന് പറഞ്ഞാൽ 1 TB കൊണ്ട് കാര്യമുണ്ട്. ഇല്ല, നമ്മൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വേണ്ട യൂട്യൂബ് എടുത്താൽ മതി. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ്, ഒരുപാട് സിനിമകൾ അല്ലേ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? യൂട്യൂബിൻ്റെ സർവറുമായിട്ട് ബന്ധപ്പെട്ട അല്ല സർവർ കമ്പ്യൂട്ടറിലുള്ള സ്റ്റോറേജ് ഡിവൈസിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യൂട്യൂബിലുള്ള എല്ലാ വീഡിയോകളും സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി എന്തോ ഒരു സ്പേസ് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പഠിപ്പിക്കാൻ പോകുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഈ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ് ഡിസ്ക് ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് ഡിവൈസ്. നിങ്ങൾ ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഡാറ്റാ സെൻറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഒരുപാട് വലിയ ഒരു ബിൽഡിങ്ങിൽ ലൈബ്രറി പോലെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഒരു ലൈബ്രറി എന്ന് പറഞ്ഞാൽ ലൈബ്രറി നമ്മൾ ബുക്സ് അടുക്കി വെക്കുന്നത് പോലെ വലിയ ലൈബ്രറികളിൽ ഓരോ ബുക്കിന് പോലെ ഓരോ ഹാർഡ് ഡിസ്ക് എന്ന രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലൈബ്രറി, അതായത് ലൈബ്രറിയിൽ ഒരുപാട് ബുക്കുകളുണ്ടാവും. അതുപോലെ തന്നെ ഒരു ലൈബ്രറി ആയിട്ട് അത് ലൈബ്രറിയിൽ ഓരോ ഓരോ അലമാരികളായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ അലമാരി ഇരിക്കുന്ന ഓരോ ബുക്കുകളും ഓരോ ഹാർഡ് ഡിസ്ക്കാണ്, 1 TB അല്ലെങ്കിൽ 2 TB ഹാർഡ് ഡിസ്കുകൾ അടുക്കി വെക്കുക എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിന് മൊത്തത്തിലാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു അലമാരി മൊത്തത്തിൽ ഡാറ്റാബേസ് എന്ന് പറയും. അപ്പോൾ ആ ഡാറ്റാബേസിൽ എന്തോരം ഡാറ്റ ഉണ്ട്, അല്ലെങ്കിൽ എന്തോരം സ്പേസ് ഉണ്ടാവും ഡാറ്റ സേവ് ചെയ്യാനായിട്ട്. ഇപ്പോൾ യൂട്യൂബിലെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എല്ലാ ദിവസവും ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന ഈ വീഡിയോ ഉൾപ്പെടെ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ അപ്ലോഡ് ചെയ്യുന്ന എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി വേണം. അപ്പോൾ ഈ സർവറുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ഡാറ്റാബേസ് ഉള്ളത്. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റോറേജ് മീഡിയമാണ്, സ്റ്റോറേജ് ഡിവൈസ് ആണ്. അപ്പോൾ ഈ ഡാറ്റാബേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡാറ്റാബേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്റ്റോറേജ് മീഡിയമാണ്, സർവറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് സർവർ കമ്പ്യൂട്ടറിൻ്റെ എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസ് ആണ്, അല്ലെങ്കിൽ സർവർ കമ്പ്യൂട്ടറിൻ്റെ ഇതൊരു ഡെഫിനിഷൻ അല്ല, സർവർ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ഡാറ്റാബേസിനെ പറയാൻ പറ്റും. ഇനി അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് DBMS ആണ്, അതായത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയും. ഈ DBMS എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഡാറ്റാബേസ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. എന്താണ്, ഒരു സർവർ കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജ് മീഡിയമാണ് ഡാറ്റാബേസ്. അല്ലെങ്കിൽ ഡാറ്റാബേസ് എന്ന് വെച്ചാൽ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റയുടെ ഓർഗനൈസ്ഡ് കളക്ഷൻ. അതായത് നമുക്കറിയാം ഒരു കുട്ടിയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ അഡ്രസ്സ്, ഈ കാര്യങ്ങളെല്ലാം കൂടെ തോന്നിയതുപോലെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഇതിനെ ഒരു ടേബിൾ ഫോർമാറ്റ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അതൊരു ഓർഗനൈസ്ഡ് കളക്ഷൻ ആണെന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഒരു കുട്ടിയുടെ പേര്, ആ ഒരു ആദ്യത്തെ കോളത്തിൽ പേര്, രണ്ടാമത്തെ കോളത്തിൽ ഡേറ്റ് ഓഫ് ബർത്ത്, മൂന്നാമത്തെ കോളത്തിൽ മാർക്ക്, അല്ലെങ്കിൽ മൂന്നാമത്തെ കോളത്തിൽ അഡ്രസ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോ റോ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കുട്ടിയുടെ ഡീറ്റെയിൽ കിട്ടും. അപ്പോൾ നമുക്കൊരു 10 കുട്ടികളുടെ പേരുണ്ട്, ഒരു 100 1000 കുട്ടികളുടെ പേരുണ്ടെങ്കിൽ ഇതേപോലെ ടേബിളിൽ സ്റ്റോർ ചെയ്തേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഇതാണ് ഈ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അതായത് എന്താ, ഒരു കൃത്യമായ അടുക്കും ചിട്ടോട് കൂടി ഡാറ്റ സേവ് ചെയ്ത് വയ്ക്കുന്നു. ഇതിനാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഇനി ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡാറ്റയെ ഓർഗനൈസ് ചെയ്ത് കളക്ട് ചെയ്ത് വെക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ ഡാറ്റാബേസിനെ ഡാറ്റാബേസിലുള്ള ഡാറ്റയെ ഓർഗനൈസ്ഡ് കളക്ഷനായിട്ട്, അതായത് നല്ലൊരു ടേബിൾ ഫോർമാറ്റിലെല്ലാം കളക്ട് ചെയ്ത് വെക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഡാറ്റാബേസ്. ഒരു സോഫ്റ്റ്വെയർ ആണ് DBMS, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഡാറ്റാബേസിൽ, അതായത് ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റോറേജ് മീഡിയയാണ്, ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. ഈ ഡാറ്റയെ ഓർഗനൈസ്ഡ് കളക്ഷനായിട്ട്, അതായത് ഡാറ്റയെ ഒരു അറേഞ്ചിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി, ഡാറ്റയെ ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, DBMS എന്ന്. അപ്പോൾ DBMS എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ ഫോർ അറേഞ്ചിങ് ഡാറ്റ ഇൻ ഡാറ്റാബേസ്. ഡാറ്റാബേസിൽ ഡാറ്റ അറേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇതിൽ വരുന്നത് SQL വരുന്നുണ്ട്, SQL സർവർ വരുന്നുണ്ട്. ഇതിൻ്റെ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് DBMSൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് SQL സർവറാണ്. SQL സർവർ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, ഒറാക്കിൾ ഉണ്ട്, പിന്നെ
MS ആക്സസ് നമ്മൾ പഠിക്കാൻ പോകുന്ന മൈക്രോസോഫ്റ്റ് ആക്സസ് എന്ന് പറയുന്ന MS ആക്സസിൽ എങ്ങനെയാണ് ആ ഡാറ്റയെ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് കുട്ടികളുടെ ഡീറ്റെയിൽസ് അത് നമ്മൾ ടേബിൾ ഫോർമാറ്റിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. അതെങ്ങനെയാണ് അതിനെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് MS ആക്സസ്, മൈക്രോസോഫ്റ്റ് ആക്സസ്. നമ്മൾ MS വേർഡ്, എക്സൽ, പവർ പോയിന്റ് ഇതെല്ലാം പഠിക്കുന്ന ശേഷം നമ്മൾ പഠിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് MS ആക്സസ്. അതെന്ന് പറഞ്ഞാൽ ഡാറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ. എന്തൊക്കെയാണ്? സെർവർ ഉണ്ട്, ക്ലയൻറ്റ് ഉണ്ട്, ഡാറ്റാബേസ് ഉണ്ട്, പിന്നെ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഇതിനൊരു ഫിഗർ എന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു ഫിഗർ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനൊരു ഫിഗർ എന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന, ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സ്, നമ്മൾ ഫേസ്ബുക്കിൽ കയറി നടക്കുന്ന ഒരു പ്രോസസ്സ് സംഭവിക്കുന്ന ഒരു ഫിഗറായിട്ട് അല്ലെങ്കിൽ ഒരു ഡയഗ്രമായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലയൻറ്റാണ്. ഞാനിപ്പോൾ മൊബൈൽ ഫേസ്ബുക്കിൽ കയറുന്നത് ഞാൻ ക്ലയൻറ്റാണ്. ഞാനൊരു റിക്വസ്റ്റ് അയക്കുന്നു. ഒരു റിക്വസ്റ്റ് നേരെ പോകുന്നത് ഇൻ്റർനെറ്റ് വഴിയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ത്രൂ ഇൻ്റർനെറ്റ് വഴി എന്ത് ചെയ്യുന്നു? ഇൻ്റർനെറ്റ് വഴി നേരെ എന്ത് ചെയ്യും? സെർവറിലേക്ക് ചെല്ലുന്നു. അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴി നമ്മൾ ടവർ വഴി അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, എന്തായാലും അതിനെല്ലാത്തും കൂടി ഇൻ്റർനെറ്റ് എന്ന് പറയും. അപ്പോൾ ഇൻ്റർനെറ്റ് വഴി എന്ത് ചെയ്യുന്നു? നമ്മുടെ ഡാറ്റാബേസിലേക്ക് ചെല്ലുന്നു. ഇൻ്റർനെറ്റ് വഴി എന്ത് ചെയ്യും? നമ്മുടെ സെർവർ കമ്പ്യൂട്ടറിലേക്ക് ചെല്ലുന്നു. അതായത് ഫേസ്ബുക്കിൻ്റെ സെർവറിലേക്ക് ചെല്ലുന്നു. ഫേസ്ബുക്കിൻ്റെ സെർവറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൻ്റെ ഡാറ്റാബേസ് ഉണ്ട്. അപ്പോൾ ഈ ഫേസ്ബുക്കിൻ്റെ ഡാറ്റാബേസിലേക്ക് എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഫേസ്ബുക്കിലേക്ക് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുവാണ്. ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം, ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ക്ലയൻറ്റിൽ നിന്ന്, അതായത് എന്താണ്, നമ്മുടെ ക്ലയൻറ്റായ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, അതായത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ എന്തും ആയിക്കോട്ടെ, അത് നമ്മൾ ആരാണ്? ക്ലയൻറ്റാണ്. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് എന്ന് പറഞ്ഞാൽ അത് ക്ലയൻറ്റാണ്. അപ്പോൾ ഈ ക്ലയൻറ്റിൽ നിന്ന് ഒരു റിക്വസ്റ്റ്, ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുവാണ്. അപ്ലോഡിങ് ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോ അങ്ങോട്ട് ഇൻ്റർനെറ്റ് വഴി സെർവർ കമ്പ്യൂട്ടറിലേക്ക് വരുന്നു. സെർവർ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും? സെർവർ കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ടുള്ള ഡാറ്റാബേസിലേക്ക് ആ ഫോട്ടോസ് സേവ് ചെയ്ത് വയ്ക്കും. ഇനി നമുക്ക് ആ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് അയക്കും. അതായത് ഡൗൺലോഡ് ബട്ടൺ നിൽക്കുമ്പോൾ അതൊരു റിക്വസ്റ്റ് ആയിട്ട് ഇൻ്റർനെറ്റ് വഴി സെർവർ കമ്പ്യൂട്ടറിൽ ചെന്നിട്ട് സെർവർ കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്തിട്ട് അത് ഡാറ്റാബേസിൽ ചെല്ലും. ഡാറ്റാബേസിൽ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡാറ്റാബേസിൽ നമ്മളുടെ ഡാറ്റ ഒരു ഓർഗനൈസ്ഡ് കളക്ഷനായിട്ട് വെച്ചിട്ടുണ്ട്. DBMS എന്ന സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ, DBMS സോഫ്റ്റ്വെയർ ആയ MySQLൻ്റെയോ അല്ലെങ്കിൽ ഒറാക്കിളിൻ്റെയോ സഹായത്തോടു കൂടി ഇത് ഡാറ്റാബേസ് സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പോൾ ഡാറ്റാബേസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫോട്ടോ എന്ത് ചെയ്യും? ഇത് സെർവർ കമ്പ്യൂട്ടർ എടുത്തിട്ട് എന്ത് ചെയ്യും? ഇൻ്റർനെറ്റ് വഴി നമുക്ക് അയച്ചു തരും. അപ്പോൾ അങ്ങനെയാണ് ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് പോകുന്നതും സെർവറിൽ ചെന്നിട്ട് ആ ഡാറ്റ എടുത്ത് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇതാണ് ഒരു കൺസെപ്റ്റ്. ഒരു ഫിഗറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡാറ്റാബേസും ഇതാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കൺസെപ്റ്റ്. നമ്മളൊരു ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്നൊക്കെ പറയാം. ഒരു ക്ലയൻറ്റ് സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആർക്കിടെക്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഫിഗറിനെ പറയാം. ഇതാണ് ഒരു ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സെർവർ ഉണ്ട്, ക്ലയൻറ്റ് ഉണ്ട്. സെർവർ എന്താണ്, ക്ലയൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. പിന്നെ ഡാറ്റാബേസ് ഉണ്ട്. ഡാറ്റാബേസ് എന്താണ്? ഈ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റ. ഇനി ഈ ഡാറ്റയെ ഓർഗനൈസ്ഡ് കളക്ഷൻ, അതായത് ഡാറ്റയെ ഓർഗനൈസ് ചെയ്ത് കളക്ട് ചെയ്ത് വെക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. അതിൽ എന്തൊക്കെ വരുന്നു? MS ആക്സസ് വരുന്നുണ്ട്, SQL സെർവർ വരുന്നുണ്ട്, ഒറാക്കിൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലായത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇവിടെ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ സംശയങ്ങളെക്കുറിച്ച് ചോദിക്കാം. ഇനി വരുന്ന നമ്മളുടെ ലൈവ് ക്ലാസ്സിൽ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുക. ഇതിൽ ഏതെങ്കിലും ടോപ്പിക്കുകൾ മനസ്സിലായില്ല, ക്ലിയർ ആയിരുന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കേട്ടുന്ന എല്ലാവർക്കും നന്ദി. നമസ്കാരം.